എന്തിനാണ് ഈഗോ? ദ ബെറ്റർ റിസൾട്ടിൽ വന്നാൽ മാത്രമേ നമുക്കൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊക്കെ ഒരു മീനിങ് ഉള്ളൂ. അതെ. ഇപ്പം ലാൽ സാറിനാണെങ്കിലും പ്രകാശ് വർമ്മയ്ക്കാണെങ്കിലും എൻ്റെ ഈഗോ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. ഞാൻ കേൾക്കും, സജഷൻസ് കേൾക്കും. എനിക്ക് ഓക്കെ ആണെങ്കിൽ ചേട്ടാ അത് നല്ല സജഷനാണ് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് സജഷൻ ഉണ്ട്, ഷായി ചേട്ടൻ പറഞ്ഞ് പോക്കറ്റിലേക്ക് ഇട്ടു, അത് നല്ല സജഷനാണ്. അത് ഞാനാണ് ഇതിൻ്റെ ഡയറക്ടർ, നീ അതിൻ്റെ തുടങ്ങി എൻ്റെ തലയിൽ കൂടി തന്നെ മാത്രം വന്നാൽ മതി. ഷായി ചേട്ടൻ ക്യാമറ മാനല്ലേ, ക്യാമറാൻ്റെ പണി എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് മിസ്സായി പോകുന്നത് എൻ്റെ സിനിമയിലെ നല്ലൊരു മൊമെൻ്റാണ്. ലാൽ സാറും നമ്മളുടെ കയ്യിൽ ചില ഷോട്ടുകൾക്കിടയിൽ എത്രയോ നല്ല സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. മുരുക എന്ന് ഫൈറ്റിന് മുന്നേ വിളിക്കാമെന്നുള്ള ലാൽ സാറിൻ്റെ സജഷനാണ്. അത് എന്ത് ഇമ്പാക്റ്റാണ് തിയേറ്ററിൽ ഉണ്ടാക്കിയത്. അത് അദ്ദേഹത്തിൻ്റെ 47 വർഷത്തെ എക്സ്പീരിയൻസാണ് ഇത് തിയേറ്ററിൽ വർക്കൗട്ടാവും. അതിൻ്റെ അകത്ത് ഈ ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസിൽ തരുൺമൂർത്തി നിന്നിട്ട് സാറേ അത് വേണ്ട എന്ന് പറയുമ്പോൾ അതെൻ്റെ ഈഗോയാണ്.